വെച്ചാൽ അപ്പോൾ നമ്മൾ 3 ദിവസത്തെ ട്രിപ്പായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പ് അപ്പോൾ 2 പാർട്ടായിരിക്കും, ചിലപ്പോൾ 1 പാർട്ടായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ സമയം പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയാണ്. നമ്മളെ വണ്ടികളെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നമ്മളെ വണ്ടി പിന്നെ ഗജരാജ, പിന്നെ പുതിയൊരു ടീം നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിങ് ബുൾ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് ഒരു കോംബോ ട്രിപ്പാണ് പോകുന്നത്. ഒരു ക്ലബിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം നമ്മൾ 2 വണ്ടിയാണ് ബുക്ക് ചെയ്ത്. 2 ബുക്ക് ചെയ്തിട്ട് തികയാതെ വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു വണ്ടി ബുക്ക് ചെയ്തതാന്ന് പറഞ്ഞു, തരാൻ പറഞ്ഞു. പക്ഷെ നമ്മളുള്ള പാൻഡത്തിൻ്റെ വണ്ടിയും ഇല്ല, പാൻഡത്തിൻ്റെ വണ്ടി ഫുള്ള് വർക്കില്ലായിപ്പോയി, ഗജരാജയുടെ വണ്ടി ട്രിപ്പായിപ്പോയി, ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ വണ്ടി 2-3 വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ അത് അങ്ങനെ നമ്മളെ വണ്ടി ഇല്ലാതായി. അങ്ങനെ നമുക്ക് വന്നൊരു വണ്ടിയാണ് ഇതിൻ്റെ പേര് കിങ് ബുൾ. അപ്പോൾ ആ ഒരു സമയം വണ്ടി ഒന്ന് സഹായിച്ചിറക്കാനാണ് നമ്മളെ കിങ് ബുൾ ഫാമിലി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അവരോടെയാണ്. അപ്പോൾ നമുക്കെന്നാ വീഡിയോയിലൊക്കെ പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ആളെ കയറ്റുന്ന സ്ഥലത്തെത്തി. ഓക്കെ, ഞാൻ രാവിലെ വന്നിട്ടുള്ള ഇതായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ നൈറ്റ് ഇതിൽ മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ചെർച്ചിങ് പോകുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്താമെന്ന് പറഞ്ഞത്. നമ്മൾ 3 വണ്ടി ഇവിടെ നിർത്തിയിടാൻ നല്ല സ്ഥലമുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടിയെല്ലാം വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കിയാലോ ഗൈസ്. അതല്ലേ അതിൻ്റെ ഒരു ഇത് പറയുന്നത് വീഡിയോ 2 കൊല്ലം പോയി. ഓക്കെ, വലിയ കുഴപ്പമില്ല, ഒന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് അവർ ഓഫീസേഴ്സ് ഒന്നും അല്ല പോകുന്നത്, അവർ വേറെ എന്താ പരിപാടിക്ക് വേണ്ടി പോകുന്നത്, വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ കാറേ പയ്യെ വാടോ താൻ. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടി ഈ വണ്ടിയെ കുറിച്ച് അറിയാമല്ലോ, ഫുൾ വർക്ക് മൊത്തം ഡോട്ട്ലേസർ വർക്കാണ് വണ്ടിക്കകത്ത് വന്നേക്കുന്നത്. അപ്പോൾ അവരിവിടെ വന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ എല്ലാ വണ്ടി ഇവിടെ നിരന്ന് പിടിച്ച് കിടക്കണം, 3 വണ്ടി. അപ്പോൾ ട്രിപ്പിന് വേണ്ടി എല്ലാ വണ്ടി റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തോട്ടുള്ള വിശേഷം നോക്കാം.
ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഓടി എത്തി. നമ്മൾ കൊണ്ട് ബാക്ക് സൈഡാണ് പാർക്കിംഗ് ഏരിയ. ഇപ്പോൾ നമ്മൾ മേലോട്ട് മലയാളം കാണാൻ വേണ്ടി പോകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലൈറ്റ് നമുക്ക് പളനി മലയിലുള്ള ലൈറ്റ് വിഷ്വലൊക്കെ കാണാം. നമുക്ക് ഇവിടെ നിന്നൊക്കെ ലൈറ്റ് വർക്കൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചേരും കൂടെ നിങ്ങൾ പുറത്ത് കിടപ്പുണ്ട് ബാക്കിയുള്ള മൈക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകണം, പള്ളി മറ്റേ കയറണം, കണ്ടാകണം. എന്നിട്ട് ഇവിടെ മൊത്തം ഇവിടെ സ്റ്റേ ആണ്. അത് കഴിഞ്ഞിട്ട് നേരെ നാളെ ഇശായോഗി. ഓക്കെ, നാളെ ഇശായോഗിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ മിക്കവാറും ഇന്നത്തെ നൈറ്റ് വിഷ്വലും ഇവിടെ നിന്നുള്ള മറ്റേ നൈറ്റ് വിഷ്വലും കൂടെ കാണിച്ചിട്ട് വീഡിയോ എളുപ്പം ലിങ്കാവും. എന്തായിട്ട് നാളെ ബാക്കി ഇശായോഗി ട്രിപ്പും തിരിച്ച് മിക്കവാറും ഇശായോഗിയിൽ എത്താറാകുമ്പോൾ തൊട്ടായിരിക്കും വീഡിയോ സ്റ്റാർട്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നാട്ടിലോട്ട് പോകുന്നതും ബാക്കി അവിടെയുള്ള പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ ആയിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബാക്കിയുള്ളതും കൂടെ കൂടെ ഇരുന്ന് കാണുക. ഓക്കെ വെച്ചാൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറി വന്ന് നമ്മളെ സ്വന്തം പളനിമല കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൾക്കാരെ ഇറക്കി എല്ലാം കാണിച്ച് കൊടുക്കുക. അതിന് നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വ്യൂ പോയിന്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് സോറി, അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇശായോഗിയിലോട്ട് പോകാൻ വേണ്ടി വണ്ടിയെല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ആൾക്കാരെല്ലാം വരാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയാണ്. നമ്മൾ പളനിമലയുടെ താഴെത്തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പളനിമല കയറുന്ന വഴിയെല്ലാം കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റ ബൈ ബൈ, സീ ഗൈസ്. അവിടെ ബാക്കി വരുവേ. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക, സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. ബൈ.